പോലീസ് പൊതുപരിപാടി അലങ്കോലമാക്കിയ വാർത്തയാണ് തൃശൂർ ബ്യൂറോ നൽകുന്നത്. ഗ്രാൻഡ് കേരള ഷോപ്പിംഗ് ഫെസ്റ്റിവലിന്റെ സമാപനത്തോടനുബന്ധിച്ചുള്ള കലാസാംസ്കാരിക പരിപാടി പോലീസ് അലങ്കോലപ്പെടുത്തുകയായിരുന്നു. മന്ത്രിമാരും സിനിമാ താരങ്ങളും പങ്കെടുത്ത പരിപാടി തൃശൂർ ഡെപ്യൂട്ടി കമ്മീഷണർ ഹരിശങ്കരന്റെ നേതൃത്വത്തിലുള്ള പോലീസാണ് കൈയേറി അവസാനിപ്പിച്ചത്. സംഘർഷത്തിൽ മന്ത്രി AP അനിൽകുമാറിന്റെ PAയ്ക്കും നാട്ടുകാർക്കും മർദ്ദനമേറ്റു. സർക്കാർ ഏറെ കൊട്ടിഘോഷിച്ചു നടത്തിയ പരിപാടി ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ കാർമ്മികത്വത്തിൽ അലങ്കോലമാകുന്ന കാഴ്ചയ്ക്കാണ് ഇന്നലെ രാത്രി തൃശൂർ തേക്കിൻകാട് മൈതാനം സാക്ഷിയായത്. ഉദ്ഘാടകനായ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി പതിവ് പോലെ മണിക്കൂറുകൾ വൈകിയാണ് പരിപാടിക്കെത്തിയത്. 4 മണിക്ക് നിശ്ചയിച്ച GKSFന്റെ സമാപന ചടങ്ങ് ആരംഭിച്ചത് 7:30-നായിരുന്നു. വൈകി തുടങ്ങിയ കലാപരിപാടികൾ 10:30-ഓടെ അവസാനിപ്പിക്കണമെന്ന പോലീസിന്റെ കടുംപിടുത്തമാണ് പ്രശ്നങ്ങൾക്ക് കാരണമായത്. സിനിമാ താരങ്ങളായ സുരാജ് വെഞ്ഞാറമൂട്, ഷംന കാസിം എന്നിവരുടെ കലാപരിപാടികൾ നടക്കുന്നതിനിടെയായിരുന്നു പോലീസിന്റെ ഇടപെടൽ. ഈ പരിപാടിക്ക് മാത്രമായി വൈകിട്ട് മസ്കറ്റിൽ നിന്നെത്തിയതായിരുന്നു സുരാജ് വെഞ്ഞാറമൂട്. GKSF സംഘാടകരോടും മന്ത്രി അനിൽകുമാറിന്റെ സ്റ്റാഫ് അംഗങ്ങളോടും പോലീസ് പലതവണ തട്ടിക്കയറി. ചടങ്ങിനെത്തിയ ക്ഷണിക്കപ്പെട്ട താരങ്ങളെയും പോലീസ് വെറുതെ വിട്ടില്ല. തുടർന്ന് 10 മിനിറ്റോളം സ്റ്റേജിന് മുന്നിൽ പോലീസും സംഘാടകരുമായി കയ്യാങ്കളി അരങ്ങേറി. പോലീസ് മർദ്ദനത്തിൽ നാട്ടുകാർക്കും മന്ത്രി അനിൽകുമാറിന്റെ ഓഫീസ് സ്റ്റാഫുകൾക്കും പരിക്കേറ്റു. ഒടുവിൽ പോലീസ് സ്റ്റേജ് കയ്യേറി വൈദ്യുതി വിച്ഛേദിച്ചാണ് പരിപാടി അവസാനിപ്പിച്ചത്. സംഭവത്തിൽ പ്രതിഷേധിച്ച നാട്ടുകാരെ പോലീസ് ലാത്തി വീശി ഓടിച്ചു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. അയൽവാസിയുടെ കിടപ്പാടത്തിന്റെ അടിവാരം തോണ്ടിയെടുത്ത് മണ്ണുപയോഗിച്ച് അനധികൃതമായി നിലം നികത്തി മാളിക പണിയാൻ അധികൃതരുടെ ഒത്താശ. നിരവധി പരാതികൾ നൽകിയെങ്കിലും പരിഹാരം കാണാതെ കിടപ്പാടം ഉപേക്ഷിച്ചു പോകേണ്ട ഗതികേടിലാണ് അടൂർ പഴകുളം സ്വദേശി കുഞ്ഞുമോനും കുടുംബവും. മുൻ ആഭ്യന്തരമന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ പേഴ്സണൽ സ്റ്റാഫ് അംഗത്തിനെതിരെയാണ് പരാതി ഉയർന്നിരിക്കുന്നത്. നിയമം ലംഘിച്ച് മണ്ണിട്ട് നിലം നികത്താൻ അയൽവാസിയുടെ കിടപ്പാടത്തിന്റെ അടിവാരം തോണ്ടി മണ്ണെടുക്കുന്നത് വിവാദമാകുന്നു. ഇതുകാരണം ജീവിക്കാൻ ഗത്യന്തരമില്ലാതെ അടൂർ പഴകുളം സ്വദേശി കുഞ്ഞുമോനും കുടുംബവും അധികാരികളുടെ കനിവിനായി നിവേദനങ്ങൾ നൽകി കാത്തിരിക്കുകയാണ്. മണ്ണിടിച്ചിൽ തുടർന്നാൽ വീട് തകർന്ന് താനും കുടുംബവും വഴിയാധാരമാകുമെന്ന് മുന്നറിയിപ്പ് നൽകിയെങ്കിലും അധികാരികളുടെ കണ്ണ് തുറക്കുന്ന ലക്ഷണമില്ല. കാരണം മറുവശത്ത് നിൽക്കുന്നത് രാഷ്ട്രീയ പിൻബലവും സാമ്പത്തിക ദല്ലാൽമാരുമാണെന്നതാണ് സത്യം. മുൻ ആഭ്യന്തരമന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ ഡ്രൈവറും കൂട്ടാളികളുമാണ് ക്രമം തെറ്റിയ മണ്ണെടുപ്പിനും അനധികൃത നിലം നികത്തലിനും പിന്നിലെന്ന് കുഞ്ഞുമോൻ ആരോപിക്കുന്നു. ഇപ്പം തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ ഡ്രൈവറാണ് പുള്ളി, പേഴ്സണൽ ഡ്രൈവറാണ്. അപ്പോൾ പുള്ളി അതിനകത്ത് ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ചെയ്യുവാണ്. പിന്നെ നമ്മളിപ്പം ഇത്രയും വാർത്ത കൊടുത്തതിന് തന്നെ ഇതൊരു ഭീഷണിയായി മാറും. എനിക്ക് നമ്മളൊരു സാധാരണക്കാരനാണ്. ഇപ്പോൾ വീട്ടിലോട്ട് കയറി വൈകിട്ടെങ്ങാണം വരുവാണെങ്കിൽ നമ്മളെ എന്തെങ്കിലും ചെയ്താൽ പോലും ഇതിനകത്ത് ആരും ചോദിക്കാൻ പോലും വരത്തില്ല. ഒരു കുഞ്ഞുമലയുടെ മുകളിലുള്ള കൊച്ചു വീടിനു താഴെയാണ് ബുൾഡോസർ കൊണ്ട് രാപകലില്ലാതെ മണ്ണിടിച്ചിൽ തുടരുന്നത്. കുടിവെള്ളത്തിനായി ആശ്രയിച്ചിരുന്ന 50 അടിയോളം താഴ്ചയുള്ള കിണർ വറ്റിത്തുടങ്ങി. ഇനിയും മണ്ണിടിച്ചിൽ തുടർന്നാൽ കിണർ വെള്ളം എന്നത് ഒരു സ്വപ്നമായി അവശേഷിക്കും. ഇതോടെ കുഞ്ഞുമോനും കുടുംബവും വീടുപേക്ഷിച്ച് നാടും വിട്ടു പോകേണ്ട ഗതികേടിലാകും. മരപ്പണിയിൽ നിന്നും കിട്ടുന്ന തുച്ഛമായ വരുമാനത്തിൽ മറ്റൊരിടം കണ്ടെത്തി താമസം ഉറപ്പിക്കാനും കഴിയില്ല. അനധികൃതമായ നിലം നികത്തരുതെന്ന സർക്കാർ നിയമം കാറ്റിൽ പറത്തിയാണ് മണ്ണ് നിറച്ച് നിലം നികത്തുന്നത്. വില്ലേജ് ഓഫീസ് അധികൃതർക്കും ഗ്രാമപഞ്ചായത്തിലുമൊക്കെ നിരവധി പരാതി നൽകിയെങ്കിലും ആരെയും കൂസാതെ മണ്ണിടിച്ചിലും നിലം നികത്തലും തുടരുകയാണ്. ന്യൂസ് ബ്യൂറോ, പത്തനംതിട്ട.
വയനാട്ടിൽ അനധികൃത ക്വാറികൾക്ക് പിന്നാലെ ക്രഷർ യൂണിറ്റുകളും പെരുകുകയാണ്. അമ്പലവയൽ, മീനങ്ങാടി പ്രദേശങ്ങളിലെ 7 മലകളിൽ നിന്നുള്ള നിയന്ത്രണാതീത ഖനനങ്ങൾ തുടരുന്നതിനിടെ കുടിവെള്ള സ്രോതസ്സുകൾ വരെ ഇല്ലാതാക്കുന്ന പുതിയ ഖനനങ്ങൾക്ക് അനുമതി നൽകുകയാണ് ഭരണകൂടം. അനൂപ് കെആറിന്റെ റിപ്പോർട്ടിലേക്ക്. മീനങ്ങാടിക്കടുത്ത് കൃഷ്ണഗിരിയിൽ ദേശീയപാതക്കരികിലെ കൊളകപ്പാറ മലയ്ക്ക് മുകളിൽ നിന്നുള്ള കാഴ്ചകളാണിത്. വൻ പാറക്കൂട്ടങ്ങൾ തുരന്നു തീർക്കുന്ന കോറികളും ക്രഷർ യൂണിറ്റുകളും, 40ഓളം അനധികൃത കോറികൾ, 35 ക്രഷർ യൂണിറ്റുകൾ, 30ഓളം മണൽ ഖനന യൂണിറ്റുകൾ. മഴക്കാലം പിന്നിട്ടാൽ മാസങ്ങൾ നീളുന്ന കുടിവെള്ള ദൗർലഭ്യം കൂടാതെ പ്രദേശമാകെ ദുരന്തഭീതിയിലുമാണ്. പാരിസ്ഥിതിക ആഘാത പഠനങ്ങൾ പോലുമില്ലാതെ ഖനന പ്രവർത്തനങ്ങൾക്ക് അനുമതി നൽകിക്കൊണ്ടേയിരിക്കുകയാണ് ഭരണകൂടം. കൊളകപ്പാറയുടെ നിലനിൽപ്പും ഭീഷണിയിലാണ്. മലയ്ക്ക് തൊട്ടുതാഴെ വരെ ഖനന പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നത് കണ്ട് പ്രതിഷേധിക്കുകയാണ് നാട്ടുകാർ. ഒരാഴ്ചയിൽ 3000-ലധികം ടൺ സ്ഫോടക വസ്തുക്കളാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. പ്രതിദിനം 7000-ലധികം ലോഡ് കല്ലും മണലുമായി ഒരു പ്രദേശത്തെ ആകെ കയറ്റി അയക്കുകയാണ് ഖനന മാഫിയകൾ. എല്ലാവർക്കും ഒരു അസുഖങ്ങളാണ്. മേലൊക്കെ ചൊറിഞ്ഞു കൊടുത്ത് പല സ്ത്രീകളും പുറത്തിറങ്ങാറില്ല. അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലാണ് ഞങ്ങളെ ജീവിതം. പരിസര മലിനീകരണം കൊണ്ട് പൊറുതിമുട്ടിയ നാട്ടുകാർ അവസാനഘട്ട പ്രതിരോധത്തിലാണ്. നാടുകാക്കാൻ ഭരണാധികാരികളുടെ പിന്തുണ പക്ഷേ ഇവർക്കില്ല. കർണാടകയിൽ നിന്ന് കേരളത്തിലേക്ക് കഞ്ചാവ് കടത്ത് വ്യാപകം. കോഴിക്കോട് 1.5 കിലോ കഞ്ചാവുമായി മൈസൂർ സ്വദേശി പിടിയിലായി. ബൈരകുപ്പ സ്വദേശി അബ്ദുൾ അസീസാണ് പിടിയിലായത്. കർണാടക അതിർത്തി വഴി താമരശ്ശേരിയിലെ ഏജന്റിന് നൽകാനെത്തിച്ച കഞ്ചാവാണ് പോലീസ് പിടികൂടിയത്. റൂറൽ SP അഷറഫിന് ലഭിച്ച രഹസ്യവിവരത്തെ തുടർന്ന് SP-യുടെ പ്രത്യേക സ്ക്വാഡ് നടത്തിയ പരിശോധനയിലാണ് കഞ്ചാവുമായി മൈസൂർ സ്വദേശി അബ്ദുൾ അസീസ് പിടിയിലായത്. 1.5 കിലോ കഞ്ചാവ് ഇയാളിൽ നിന്നും പോലീസ് കണ്ടെടുത്തു. കഞ്ചാവ് 2 പ്ലാസ്റ്റിക് കവറുകളിലാക്കി സൂക്ഷിച്ച നിലയിലായിരുന്നു. കോഴിക്കോട് ഉൾപ്പെടെയുള്ള ജില്ലകളിലേക്ക് കർണാടക അതിർത്തി വഴിയാണ് പ്രധാനമായും കഞ്ചാവ് എത്തുന്നത്. അതിർത്തി കേന്ദ്രീകരിച്ച് കഞ്ചാവ് കടത്തുന്ന നിരവധി സംഘങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. ഈ സംഘത്തിലെ കണ്ണിയാണ് അസീസ് എന്ന് പോലീസ് അന്വേഷണത്തിൽ വ്യക്തമായി. പ്രതിയെ ബുധനാഴ്ച വടകര നാർക്കോട്ടിക് കോടതിയിൽ ഹാജരാക്കും. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്.